ഹായ് ഫ്രണ്ട്സ്, ബൂനി അനലിറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ജോയിൻസ് ഇൻ ബിഗ്ക്വറി എന്ന ഇതിനെക്കുറിച്ചാണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് 4 ജോയിൻസ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രി ആപ്ലിക്കേഷനിൽ. ഓക്കെ, അതിൽ ഒന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇന്നർ ജോയിൻ, പിന്നെ രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്നത് ലെഫ്റ്റ് ജോയിൻ, മൂന്നാമത് റൈറ്റ് ജോയിൻ, നാലാമത് ഫുൾ ജോയിൻ. ഓക്കെ, അപ്പോൾ ഇനി ജോയിൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ആദ്യം നമ്മൾ ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ ജോയിൻസ് യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ എന്തിനാന്ന് വെച്ചാൽ ഒന്ന് മെയിനായിട്ട് നമുക്ക് ഇപ്പം ഒരു ഡാറ്റ ഉള്ളത് ഒരു ടേബിളിലാണ്, ഒരു സെറ്റ് ഓഫ് ഡാറ്റ ഉള്ളത് ഒരു ടേബിൾ. പക്ഷേ ഈ ടേബിളിലുള്ള ഡാറ്റയ്ക്ക് ഒരു സെറ്റുള്ള ഒരു ഡാറ്റ ഉള്ളത്, ഒരു സെറ്റ് ഓഫ് ഡാറ്റ ഉള്ളത് ഒരു ടേബിൾ 1 എന്നുള്ള ഒരു ടേബിളാണ്. ഓക്കെ, ഇനി വേറൊരു സെറ്റ് ഓഫ് ഡാറ്റ ഉള്ളത് ടേബിൾ 2 എന്ന് പറഞ്ഞ ഒരു ടേബിളാണ് വെക്കുക. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്കൊരു അനാലിസിസ് നടത്തുമ്പോൾ ഈ രണ്ട് ടേബിൾ 1 എന്നുള്ള ഇതിൽ നിന്നും അതേപോലെ ടേബിൾ 2 എന്നുള്ള രണ്ട് ടേബിളിൽ നിന്നും കോമൺ ആയിട്ട് ഒരു കോളം ഉണ്ട്, ബാക്കി ഡാറ്റകളൊക്കെ ഡിഫറെൻറ്റ് കോളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഈ രണ്ട് ഡാറ്റയും ഒന്നിച്ച് മെർജ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ഒരു പുതിയൊരു ടേബിൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് അനാലിസിസ് ചെയ്യണം. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ ജോയിൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജോയിൻസ് യൂസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജോയിൻസ് എപ്പോഴും വർക്ക് ചെയ്യൽ രണ്ട് ടേബിളിലും നമ്മൾ എത്ര ടേബിളും ഉപയോഗിക്കാം. ആ ഉപയോഗിക്കുന്ന ടേബിളിൽ കോമൺ ആയിട്ട് മിനിമം ഒരു കോളം ഉണ്ടായിരിക്കണം. അത് വെച്ചിട്ട് ആ കോളം വെച്ചിട്ടാണ് നമ്മൾ ഈ രണ്ട് ടേബിളിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ലൈവായിട്ട് തന്നെ എങ്ങനെ ജോയിൻ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്നർ ജോയിൻ. ഓക്കെ, സ്റ്റാർ എന്തിനാ യൂസ് ചെയ്തത്? കമാൻഡ് ആണെന്ന് ബിഗ്ക്വറിനോട് പറയാൻ വേണ്ടിയിട്ട്. ഇന്നർ ജോയിൻ യൂസ് ചെയ്യുമ്പോൾ ഈ ബിഗ്ക്വറിയിൽ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ പ്രശ്നമില്ല, പക്ഷേ SQL ആണെങ്കിൽ ക്യാപിറ്റൽ കേസ് സെൻസിറ്റീവ് ആണ്. ക്യാപിറ്റൽ ലെറ്റർ സ്മാൾ ലെറ്റർ ആണെങ്കിൽ ഫുൾ സ്മാൾ ആയിരിക്കും. ഓക്കെ, സ്മാൾ ആയിരിക്കും. ക്യാപിറ്റൽ ലെറ്റർ ആണ് SQL നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ അത് പ്രശ്നമില്ല. അപ്പോൾ ഇന്നർ ജോയിൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് രണ്ട് ടേബിൾ ഉണ്ട് എന്ന് വിചാരിക്കുക. രണ്ട് ടേബിൾ 1ഉം ടേബിൾ 2. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഈ സിറ്റുവേഷനിൽ നമുക്ക് ഒരു ടേബിൾ, ഇവിടെ ഒരു കസ്റ്റമർ ഐ ഡി, ഇവിടെ കസ്റ്റമർ ID ഉണ്ട്, പിന്നെ ഇവിടെ കസ്റ്റമർ നെയിം, കസ്റ്റമർ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പിന്നെ അതുപോലെ തന്നെ സിപ്പ് കോഡ്, പിന്നെ വേറെ കുറച്ച് സാധനങ്ങളും. അതേപോലെ ഈ രണ്ടാമത്തെ ടേബിളിലുള്ളത് കസ്റ്റമർ ID കോമൺ ആയിട്ടുണ്ട്. പിന്നെ ഇതിലുള്ളത് എത്ര പ്രൊഡക്റ്റ് ID ഉണ്ട്, പിന്നെ പ്രൊഡക്റ്റ് നെയിം ഉണ്ട്, പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ട്, പിന്നെ കോസ്റ്റ് പ്രൊഡക്റ്റ് കോസ്റ്റ് ഓഫ് വൺ പ്രൊഡക്റ്റ്. ഓക്കെ, അതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ രണ്ട് ടേബിളിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഇതിനെ ജോയിൻ ചെയ്യുകയാണ്. ഈ കസ്റ്റമർ ID രണ്ടിലും കോമൺ ആണ്. അപ്പോൾ ഈ കസ്റ്റമർ ID വെച്ചിട്ട് ഇതിലുള്ള കസ്റ്റമർ ID കോമൺ ആയ കസ്റ്റമർ ID ഉള്ള ഡാറ്റകളെ നമുക്ക് എടുത്തതിന് ശേഷം അതിലെ കസ്റ്റമർ ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും ലാസ്റ്റ് നെയിമും എടുക്കുന്നു. പിന്നെ ഈ കോളത്തിന് അത് കോളം 1. പിന്നെ അതേപോലെ തന്നെ ഇതിൽ നിന്ന് കസ്റ്റമർ യൂണിറ്റ് പ്രൈസും ഉണ്ട്, യൂണിറ്റ് ക്വാണ്ടിറ്റി ഉണ്ട്, യൂണിറ്റ് പ്രൈസും ഉണ്ട്. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് പുതിയൊരു കോളം ഉണ്ടാക്കിയിട്ട് അത് ടോട്ടൽ പ്രൈസ് എന്നുള്ളൊരു കോളം ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ടൂളാണ് ഏത് ഇന്നർ ജോയിൻ. ടൂൾ യൂസ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഇന്നർ ജോയിൻ വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഇന്നർ ജോയിൻ യൂസ് ചെയ്യാൻ ഫാർമർ ഡാറ്റ എന്നുള്ളതാണ്. സെലക്ട് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നില്ല, ഫ്രം കൊടുക്കുന്നു. ഈ ഫ്രം എന്നുള്ളത് ഫ്രം ഫാർമർ ഡാറ്റയിലെ കസ്റ്റമർ എന്നുള്ള കോളം ഞാൻ എടുക്കുന്നു. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫ്രം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഫ്രമ്മിലെടുക്കുന്ന കോളം ഉണ്ടല്ലോ, ഫ്രമ്മിലെടുക്കുന്ന കോളായിരിക്കും ഈ ബിക്വറി ലെഫ്റ്റ് ടേബിളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ പ്രത്യേകമായിട്ട് രണ്ട് ടേബിൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് വേഗം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു പുതിയൊരു സിമ്പിൾ മെത്തേഡ് യൂസ് ചെയ്യാം. എന്താ വെച്ചാൽ ഇതിനെ ഈ ടേബിളിനെ ഞാൻ ഡിനോട്ട് ചെയ്യാം. മനസ്സിലായില്ലേ? കാരണം ഈ ടേബിളിലുള്ള ഡാറ്റ എനിക്ക് എന്താക്കണം, ഇതിനെ ഫോളോ ചെയ്യുമ്പോൾ ഈ എ എന്നുള്ള ടേം വെച്ച് എ ഡോട്ട് കസ്റ്റമർ ഐ ഡി അങ്ങനെയാണ് ഞാൻ ഇതിനെ വിളിക്കല്. ഓക്കെ, അപ്പോൾ ഈ ഫ്രം എന്നുള്ളതിന് ഞാൻ എന്താക്കി എ എന്നാക്കിയിട്ട് എടുത്തു. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ ഇന്നർ ജോയിൻ എന്നുള്ള കമാൻഡ് ചെയ്തത്. ഇന്നർ ജോയിൻ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്കണം. ഇന്നർ ജോയിനിൽ ഞാൻ അടുത്ത ടേബിൾ ഏതാ എടുക്കുന്നത്, ഫാർമർ ഡാറ്റയിൽ കസ്റ്റമർ പർച്ചേസ് എന്നുള്ള ടേബിളിന് എടുക്കുന്നത്. ഇതിനെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് ബി എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടേബിളിനെ ഡിനോട്ട് ചെയ്തു. ഇനി ഈ രണ്ട് ടേബിളിൽ എന്തെല്ലാം ഉണ്ട്, അതിന് ഏതെല്ലാം സാധനങ്ങളാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ സെലക്ട് ഓൾ, അതെന്തെല്ലാം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഫ്രം ഫാർമർ ഡാറ്റ കസ്റ്റമർ എന്നുള്ളത് എടുത്ത് ഇതിൽ ഏതെല്ലാം ടേബിളിൽ ഏതെല്ലാം ഡീറ്റെയിൽസ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ എനിക്ക് വേണ്ടത് കസ്റ്റമർ ഐ ഡി, കസ്റ്റമർ ഫസ്റ്റ് നെയിം ഉണ്ട്, അഥവാ കസ്റ്റമർ ലാസ്റ്റ് നെയിം ഉണ്ട്, സിപ്പ് കോഡ് ഉണ്ട്. ഇതിൽ ഞാൻ മൂന്ന് കോളങ്ങളാണ് എടുക്കുന്നത്. കസ്റ്റമർ ഐ ഡി എടുക്കുന്നത്, കസ്റ്റമർ ഫസ്റ്റ് നെയിമും കസ്റ്റമർ ലാസ്റ്റ് നെയിമും. അതേപോലെ തന്നെ നമ്മളെ കസ്റ്റമർ പർച്ചേസിൽ എന്തെല്ലാം ഉണ്ട്, അതുപോലെ കസ്റ്റമർ പർച്ചേസിൽ എന്തെല്ലാം ഉണ്ട്, കസ്റ്റമർ പർച്ചേസിൽ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കണം. ഓക്കെ, ഇവിടെ എടുക്കുന്ന മൂന്ന് കോളങ്ങൾ കസ്റ്റമർ ഐ ഡി, കസ്റ്റമർ ഫസ്റ്റ് നെയിം, കസ്റ്റമർ ലാസ്റ്റ് നെയിം. ഓക്കെ, ഇനി കസ്റ്റമർ സെലക്ട് ഓൾ ഫ്രം ഫാർമർ ഡാറ്റ കസ്റ്റമർ പർച്ചേസ്, ഈ ടേബിൾ എന്തെല്ലാം ഉണ്ട് നോക്കിയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പോകുക. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ എടുത്ത് നോക്കുമ്പോൾ കസ്റ്റമർ ഐ ഡി, ഇതവിടെ കസ്റ്റമർ ഐ ഡി, നേരത്തെ കസ്റ്റമർ ഐ ഡി ഉണ്ട്. അപ്പോൾ ഈ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ കീ എന്ന് പറയുന്നത് ഒരു കോമൺ കോളം രണ്ട് ടേബിൾ ഉണ്ടാണ്. ഇനി രണ്ടല്ല മൂന്ന് ടേബിൾ ഉണ്ടെങ്കിൽ മൂന്ന് ടേബിളും കോമൺ കോളം സെയിം നെയിമുള്ള ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലുള്ള കോമൺ ആണ് കസ്റ്റമർ ഐ ഡി. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യൽ കസ്റ്റമർ ഐ ഡി, അതെങ്ങനെയാണെന്ന് ഞാൻ പിന്നെ പറയാം. ഓക്കെ, എന്നിട്ട് ഇതിൽ ഞാൻ ബാക്കി പ്രൊഡക്റ്റ് ഐ ഡി ഉണ്ട്, വെണ്ടർ ഐ ഡി ഉണ്ട്, മാർക്കറ്റ് ഡേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ കസ്റ്റമർ ഐ ഡി ഇവിടെ ഉണ്ട്, ഇവിടെ പ്രൊഡക്റ്റ് ഐ ഡി ഉണ്ട്. ഓക്കെ, കസ്റ്റമർ ഐ ഡി ഉണ്ട്, കസ്റ്റമർ ഐ ഡി കോമൺ ആണ്. പിന്നെ ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ട്, കോസ്റ്റ് കസ്റ്റമർ പെർ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഈ കോസ്റ്റ് ഞാൻ ഈ കോളത്തിൽ എടുക്കുന്നത് ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ കോസ്റ്റ് കസ്റ്റമർ പെർ ക്വാണ്ടിറ്റി, അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ കസ്റ്റമർ. അപ്പോൾ ഈ രണ്ട് ടേബിളാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇവിടെ താഴത്തേക്ക് ഇടുക. ഇതിൽ ഇനി ഫ്രം എന്നുള്ളതിന് ഞാൻ എന്താക്കി ലെഫ്റ്റ് ടേബിൾ ആയിട്ട് എടുത്തു. ഇന്നർ ജോയിൻ കൊടുത്തതിന് അതിന് ഓട്ടോമാറ്റിക് ഈ നമ്മളെ ബിക്വറി റൈറ്റ് ടേബിൾ ആയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇന്നർ ജോയിൻ. ഇനി ജോയിൻ കീ ഉപയോഗിക്കണം. അതെങ്ങനെ? ജോയിൻ കീ എന്നുള്ളത് ഇവിടെ കസ്റ്റമർ ജോയിൻ കീ എന്ന് എഴുതൽ ഓൺ വെച്ച കീവേഡ് വെച്ചുകൊണ്ടാണ്. ഓക്കെ, ജോയിൻ കീ ഓൺ ഇവിടെ
ഫാർമർ ഡാറ്റ കസ്റ്റമർ എന്നുള്ളത് എ ആയിട്ടല്ലേ എടുത്തത്. അപ്പോൾ എ ഡോട്ട് കസ്റ്റമർ ഐ ഡി ഇതാണ്ടോ, ഡോട്ട് അടിക്കുമ്പോൾ തന്നെ ഇവിടെ കിട്ടി കസ്റ്റമർ ഐ ഡി ഈക്വൽ ടു ജോയിൻ ചെയ്യുന്നത് ബി ഡോട്ട് കസ്റ്റമർ ഐ ഡി ഇവിടെ വരും. ഓക്കെ, പ്രൊഡക്റ്റ് ഐ ഡി അല്ല കസ്റ്റമർ ഐ ഡി. ഇപ്പോൾ ഈ രണ്ട് ടേബിളും ഞാൻ കസ്റ്റമർ ഐ ഡി എന്നുള്ള കീ വെച്ചിട്ട് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിക്ടോറിയനോട് ഇവിടെ പറയുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി എനിക്ക് ഇതിൽ വേണ്ടത്, ഞാൻ ഈ കസ്റ്റമർ ഐ ഡി രണ്ടിലും കോമൺ ആണ്. അപ്പോൾ അതിൽ ഒരു കസ്റ്റമർ ഐ ഡി ഞാൻ എടുക്കുന്നത് കസ്റ്റമർ ഫാർമർ ഡാറ്റ കസ്റ്റമർ എന്നുള്ളതിലെ കസ്റ്റമർ കോമൺ ആയിട്ടുള്ള ഐ ഡി കോമൺ ആണ്. ആ ഐ ഡി ആണ് എനിക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എ ഡോട്ട് കസ്റ്റമർ ഐ ഡി ഇത് ബി ഡോട്ട് കസ്റ്റമർ ഐ ഡി കൊണ്ട് ഇവിടെ എടുത്താൽ ബിയിലെ കസ്റ്റമർ ഐ ഡി ആണ് മുകളിൽ വരിക. ഓക്കെ, എ ഡോട്ട് കസ്റ്റമർ ഐ ഡി എടുത്തു. ഇനി എനിക്ക് വേണ്ടത് എയിലുള്ള കസ്റ്റമറിന്റെ എ ടേബിളിലുള്ള കസ്റ്റമറിന്റെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കമ്പൈൻ ചെയ്തിട്ട് കോൺകാറ്റിനേഷൻ നമ്മൾ പഠിച്ചതല്ലേ, കമ്പൈൻ ചെയ്യുന്നത് ഒരു വിത്ത് സ്പേസ് കൊടുത്തിട്ട് ഒരു ഫുൾ നെയിം എന്നുള്ള രീതിയിൽ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കോൺകാറ്റ് ഓപ്പൺ ദ ബ്രാക്കറ്റ് ദെൻ എ ഡോട്ട് കസ്റ്റമർ ഫസ്റ്റ് നെയിം. ഓക്കെ, അത് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഒരു സ്പേസ് കിട്ടണം. ഓക്കെ, കോമ ഇവിടെ ഒരു സ്പേസ് കൊടുക്കുക. ദെൻ ഒരു കോമ ഇട്ടതിന് ശേഷം വീണ്ടും എ ഡോട്ട് കസ്റ്റമർ ലാസ്റ്റ് നെയിം ഇത് രണ്ടും സെലക്ട് ചെയ്ത് ഇതിനെ എനിക്ക് ഏത് ടേബിളിലെ കോളത്തിൽ പുതിയ ടേബിൾ വരുമ്പോൾ അതിനെ ഫുൾ നെയിം എന്നുള്ള ഒരു കോളത്തിൻ്റെ അണ്ടറിൽ അത് വരണം. ഓക്കെ, അപ്പോൾ ഞാൻ ഫുൾ നെയിം എന്ന് കൊടുക്കും. ദെൻ കോമ എത്ര ടേബിൾ ഉണ്ടോ അതിനെല്ലാം കോമ ഇട്ട് നമുക്ക് എഴുതാം. ഇനി നമുക്ക് കിട്ടുന്നത്, ഇനി എനിക്ക് വേണ്ടത് ഇവിടെയുള്ള രണ്ട് കോളങ്ങളാണ്, ഈ ക്വാണ്ടിറ്റിയും ഈ കോസ്റ്റ് കസ്റ്റമർ പെർ ക്വാണ്ടിറ്റി. ഓക്കെ, ഈ രണ്ട് ടേബിളും മൾട്ടിപ്ലൈ ചെയ്ത് ഇൻഡിവിജ്വൽ ഈ രണ്ട് ടേബിളിലെ ഡാറ്റകളും മൾട്ടിപ്ലൈ ചെയ്ത് ഇൻഡിവിജ്വലായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ എനിക്ക് ഫുൾ നെയിം എന്നുള്ള രീതിയിൽ കിട്ടണം. അപ്പം ക്വാണ്ടിറ്റി ഇൻറ്റു കോസ്റ്റ് കസ്റ്റമർ പെർ ക്വാണ്ടിറ്റി അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ കോസ്റ്റ് എന്നുള്ള ഒരു പുതിയ ടേബിളിലേക്ക് നമ്മൾക്ക് വരുത്തണം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ടേബിളിനെ ഈ ടേബിൾ വരുന്നത് ഏതിനായിട്ടില്ല, ഇന്നർ ജോയിൻ എന്നുള്ള അടുത്താണ് ഫാർമേഴ്സ് ഡാറ്റ കസ്റ്റമർ പർച്ചേസ് എന്നുള്ള ടേബിൾ വരുന്നത്. അതിന് നമ്മൾ ബി ആയിട്ട് എടുത്തത്. അപ്പോൾ ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ഓൺ ചെയ്യുക. ദെൻ ബി ഡോട്ട് ക്വാണ്ടിറ്റി എന്താ ബി ഡോട്ട് ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക് വരും. ഓക്കെ, ഇൻറ്റു ദെൻ ബി ഡോട്ട് കോസ്റ്റ് കസ്റ്റമർ പെർ ക്വാണ്ടിറ്റി. ഇതിനെ നമ്മൾ എന്താക്കി ഈ ടേബിളിനെ ഈ കോളത്തെ എന്തായിട്ട് എടുക്കുന്നത് ടോട്ടൽ കോസ്റ്റ് എന്നുള്ള രീതിയിൽ ഓക്കെ, ഇത്ര ആക്കി എടുത്ത് ഇനി ഇതിനെ നമുക്ക് ഇത് ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്, ഇതിൽ ഡെസിമൽ വരും 2.6. അപ്പോൾ എനിക്ക് 2 ഡെസിമൽ മതി. അപ്പോൾ ഇതിനെ ഞാൻ റൗണ്ട് ചെയ്യുന്നത് ഇവിടെ റൗണ്ട് ഓഫ് എന്നിട്ട് ഒരു 2 ഡെസിമൽ എനിക്ക് തോന്നുന്നു കോമഡ 2. ഇതെല്ലാം ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞാൽ മുന്നത്തെ ക്ലാസ് റെഫർ ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ എൻ്റർ അടിച്ച് ഇതിനെ റൺ ചെയ്ത് നോക്കിയാൽ എനിക്ക് കിട്ടിയിരിക്കുന്നു കസ്റ്റമർ ഐ ഡി. ഓക്കെ, കസ്റ്റമർ ഐ ഡി 2, ഫുൾ നെയിം എന്തായി മാനുവൽ ഡിയാസ്. അദ്ദേഹത്തിന് എത്ര ചിലവായി ടോട്ടൽ പർച്ചേസിങ്ങിന് 18.2. ഓക്കെ, അടുത്തത് കസ്റ്റമർ ഐ ഡി 10 ആണ് വന്നത്. ഓക്കെ, 10ന് റസൽ എഡ്വേർഡിന് എത്ര ചിലവായി 2.1. ഈ കസ്റ്റമർ ഐ ഡി ഇത് സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഈ കസ്റ്റമർ ഐ ഡി ആദ്യം ഈ ഒരു ടേബിൾ എടുക്കും, ഇന്നർ ജോയിന്റ് ഓൺ ദ കസ്റ്റമർ ഐ ഡി അല്ലേ, കസ്റ്റമർ ഐ ഡി കോമൺ ഉള്ളത് എടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് കസ്റ്റമറിന്റെ പേര് വരും. ഓക്കെ, ഇതിൽ ടോട്ടൽ 1000 കസ്റ്റമർ ഐ ഡി. ഇപ്പോൾ ഇനി ഇതിൽ എനിക്ക് ഇതിനെ ഒന്ന് റൗണ്ട് ഓർഡർ ബൈ ചെയ്യണം. ഓർഡർ ബൈ കസ്റ്റമർ ഐ ഡി എ ഡോട്ട് കസ്റ്റമർ ഐ ഡി എടുക്കുക. അസെൻഡിങ്ങിൽ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ വെറുതെ എ ഡോട്ട് കസ്റ്റമർ ഐ ഡി എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഒന്ന് ഞാൻ അസെൻഡിങ് ഓർഡറിൽ ഇതിനൊന്ന് ചെറുത് എഴുതി.
വാ, അപ്പോൾ കസ്റ്റമർ ഐ ഡി ആദ്യം ഫുള്ള് വണ്ണുള്ള കസ്റ്റമർ ഐ ഡി വന്ന് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ടു ഒക്കെ ഉണ്ടാവും അവിടെ. ഓക്കെ, കണ്ടോ ടു ഉള്ളത് വന്നു. ഇനി ഇതിന് ഇങ്ങനെ എനിക്ക് ഈ ഇദ്ദേഹത്തിന് ചിലവായത് ഓരോന്ന്. ഇനി എനിക്ക് ഈ കസ്റ്റമർ ഐ ഡി എന്നുള്ളതില്ലേ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോ കസ്റ്റമർ ഐ ഡി ഒരു പ്രാവശ്യം വന്നത്, അപ്പോൾ ഡിസ്റ്റിങ്ക്ഷൻ കൊടുത്താൽ മതി. ഡിസ്റ്റിങ്ക്റ്റ് ഇത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കസ്റ്റമർ ഐ ഡീസ് വന്നു. ഓക്കെ, നേരത്തെ ഇവിടെ 1000 ഉണ്ടായിരുന്നു. ഓക്കെ, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കസ്റ്റമർ ഐ ഡി ഡിസ്റ്റിങ്ക്റ്റ് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഈ മൂന്നിലും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ഉള്ള കസ്റ്റമർ ഐ ഡികളും മാത്രം വന്നു. കസ്റ്റമർ ഐ ഡിയും അതിൻ്റെ ഫുൾ നെയിമും ഡീറ്റെയിലും. നേരത്തെ 1000 ഉള്ളത് നേരെ ചുരുങ്ങി. ഇവിടെ കണ്ടില്ലേ ടോട്ടൽ റോസിൻ്റെ എണ്ണം 624 ചുരുങ്ങി. അപ്പോൾ ഇതാണ് ഈ ഇന്നർ ജോയിൻ. ഓക്കെ, ഇനി നമുക്ക് റൈറ്റ് ജോയിൻ, സോറി ലെഫ്റ്റ് ജോയിനും റൈറ്റ് ജോയിൻ ഉണ്ട്, പിന്നെ ഫുൾ ജോയിൻ ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പിടിക്കാം. ഓക്കെ, അപ്പോൾ ക്ലാസ് കണ്ടതിന് എല്ലാവർക്കും നന്ദി.